അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു അഡ്വാൻസ് ടാക്സ്, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അതിൽ വേണമെങ്കിൽ 2-3 പ്രോബ്ലം, ഒരു 3 പ്രോബ്ലം ഞാൻ ഡിസ്കസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര വലിയ കനുള്ള പ്രോബ്ലം അല്ല, അതുകൊണ്ട് അങ്ങനെ ദാറ്റ് മീൻസ് നമുക്കങ്ങനെ വർക്കൗട്ട് ചെയ്ത് നോക്കണമെന്നൊന്നുമില്ല, കേട്ടാൽ മതി. ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ ഞാൻ അന്നത്തെ ക്ലാസ്സിൽ തന്നെ വെറുതെ പറഞ്ഞു, എന്നാലും നോക്കിക്കോളൂ. ശ്രീ പ്രസൂൺസ് എസ്റ്റിമേറ്റഡ് ഇൻകം ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 19-20 ഈസ് ഗിവൺ ബിലോ. കേൾക്കാട്ടെ നന്നായിട്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ടഡ് ആണ്, എല്ലാം കഴിഞ്ഞിട്ട് 1 ലക്ഷം ഉണ്ട്. ഇൻകം ഫ്രം പ്രൊഫഷൻ അതും കമ്പ്യൂട്ടഡ് ആണ്, 8 ലക്ഷം ഉണ്ട്. ഡിവിഡൻഡ് ഫ്രം XY ഇൻകം ഫ്രം അതർ സോഴ്സ് 90,000. അപ്പോഴത്തെ 8 1 9,90,000 ആണ് ടോട്ടൽ ഇൻകം കിട്ടണേ. നമ്മൾ ആ 9 ലക്ഷത്തിൻ്റെ 9 ലക്ഷം കേട്ടോ, 8-9 പിന്നെന്താ പറയുന്നത്, 8-9 ഇൻകം ഫ്രം എന്താ പറയുന്നത് ഡിവിഡൻഡ് ഫ്രം XY കമ്പനി ലിമിറ്റഡ് അറിയില്ലേ, ഇൻകം ഫ്രം അതർ സോഴ്സ് ഫുള്ളി എക്സംപ്റ്റ് ആണെന്ന് അറിയില്ലേ. ഡിവിഡൻഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി ഫുള്ളി എക്സംപ്റ്റ് ആണ്, ഡിവിഡൻഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി ഫുള്ളി എക്സംപ്റ്റ്. അപ്പോൾ നമ്മൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എടുക്കുക, ഇൻകം ഫ്രം പ്രൊഫഷൻ എടുക്കുക, ഡിവിഡൻഡ് എഴുതണം, എന്നിട്ട് ഡാഷ് ഇട്ടാൽ മതി, എക്സംഷൻ ആണ്, 9 lakh എടുക്കുക. അതിന് സാലറി ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഡിഡക്ഷൻസ് ഒന്നുമില്ല, വേറെ ഡിഡക്ഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. 80C to 80U ഡിഡക്ഷൻ ഒന്നും ഇല്ലാത്ത കാരണം ആ 9 ലക്ഷം തന്നെ അവിടെ നിർത്താം. നമ്മൾ ആ 9 ലക്ഷത്തിന് നിങ്ങൾ സ്ലാബ് അനുസരിച്ച് ചെയ്യാം. എങ്ങനെയാ സ്ലാബ്? ആദ്യത്തെ 2,50,000 നില്ല്, പിന്നത്തെ 2,50,000 5%, അപ്പോൾ അത് 12,500 വരും. അപ്പം 5 ലക്ഷം കഴിഞ്ഞു. പിന്നത്തെ 5 ലക്ഷത്തിന് 20% ആണ്. പക്ഷെ ഇവിടെ പ്രോബ്ലത്തിൽ ഇനി 5 ലക്ഷം ഇല്ല, 4 ലക്ഷം കൂടെ ഉള്ളൂ. 9-ൽ നിന്ന് 5 പോയാൽ ബാക്കി 4. 4 ലക്ഷത്തിന് 20% എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 80,000 അല്ലേ. 80,000 12,500 92,500 ആണ് ടാക്സ് ലൈബിലിറ്റി. അതിൻ്റെ കൂടെ സെസ് 4% ആഡ് ചെയ്യുക, അപ്പോൾ 96,200 കിട്ടും. TDS ആയിട്ട് ഇവിടെ ഒന്നും വേറെ ഇല്ല, അതുകൊണ്ട് അത് ലെസ് ചെയ്യണ്ട. അപ്പം നമ്മളുടെ കയ്യിലിരിക്കുന്ന എമൗണ്ട് അഡ്വാൻസ് ടാക്സ് പേയബിൾ 96,200 ആണ്. ആ 96,200 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 4 സ്റ്റെപ്പായിട്ട്. എന്തൊക്കെയാ സ്റ്റെപ്പ്? 15th ജൂണിന് മുമ്പായിട്ട് 96,200ൻ്റെ 96,200ൻ്റെ 15%, സെപ്റ്റംബർ 15-ാം തീയതിക്ക് മുമ്പായിട്ട് 96,200ൻ്റെ 30%, ഡിസംബർ 15-ാം തീയതിക്ക് മുൻപായിട്ട് അഗെയിൻ 96,200ൻ്റെ 30%, പിന്നെ 15th മാർച്ചിന് മുൻപായിട്ട് ബാലൻസ് 25%. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക എമൗണ്ടുകൾ കേട്ടോ, അഡ്വാൻസ് പേയ്മെൻറ്റ് കേട്ടോ. അങ്ങനെയാണ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടതെന്ന്. ഇനി അടുത്ത പ്രോബ്ലം ഒന്ന് നോക്കിക്കോളൂ. കമ്പ്യൂട്ട് ദ അഡ്വാൻസ് ടാക്സ് പേയബിൾ ബൈ ശ്രീ ബാബു ഫോർ ദ അസസ്മെൻറ്റ് ഇയർ. അഡ്വാൻസ് ടാക്സ് കേട്ടോ. ഇൻകം ഫ്രം സാലറി 650, റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 380, റെൻറ്റ് ഫ്രം ആണ് കേട്ടോ. അപ്പം ഇതൊക്കെ എന്താ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇൻകം ഫ്രം സാലറിയാണ് കൊടുത്തിരിക്കണേ. അപ്പം അതിനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കണം. അതുപോലെ റെൻറ്റ് റിസീവ്ഡാണ് കാണിച്ചിരിക്കണേ, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും 30% ഡിഡക്ഷൻ കൊടുക്കണം. അതൊക്കെയാണ് മെമ്മറിയിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 40,000 കൊടുത്തിട്ടുണ്ട്, അത് ഫുള്ളി ടാക്സബിൾ ആണ്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, അതും ടാക്സബിൾ ആണ്. അഗ്രികൾച്ചറൽ ഇൻകം 1 ലക്ഷം ഉണ്ട്, അത് നമ്മൾ സാധാരണ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്നാണ് പറയുന്നത്? സ്ലാബ് അനുസരിച്ച് ഡിഡക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുക. കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് പ്രോവിഡൻറ്റ് ഫണ്ട് ഉണ്ട് 70,000, അത് 80Cയിലെ ഡിഡക്ഷനാണ്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ബൈ എംപ്ലോയർ 32,100 ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ കാൽക്കുലേഷൻ പറഞ്ഞുതരാം. ഇൻകം ഫ്രം സാലറി എടുത്തു. എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് കേട്ടോ പറയണത്. പിന്നെ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് ഞാൻ പറഞ്ഞു. ഇൻകം ഫ്രം സാലറി 650, അതിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ലെസ് ചെയ്തു, 6 ലക്ഷം എടുത്തു. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതായത് റെൻറ്റ് റിസീവ്ഡ് 3,80,000, അതിൽ നിന്ന് 30% ഡിഡക്ഷൻ കൊടുത്തു, 2,66,000.
ടെക്സ്റ്റ് ഇപ്പം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ വായോണ്ട് പറയണത് കേട്ട് റഫ് നോട്ടായിട്ട് എഴുതി വെച്ചാലും മതി. ഇനി അടുത്തതോ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഇൻട്രസ്റ്റ് ഓൺ സേവിംഗ് ബാങ്ക് അക്കൗണ്ട്, അതും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി നമുക്ക് 9,21,000. അതിന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C പ്രോവിഡന്റ് ഫണ്ട് 70,000. 80 TTA സേവിങ്സിന്റെ എമൗണ്ട് 10,000 വരെ ഡിഡക്ഷൻ ഉണ്ട്. TTA സേവിങ്സ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് 10,000 rupees, 10,000 വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. 10,000 രൂപ. 15,000 നമ്മൾ ആഡ് ചെയ്തേ, അപ്പം അതിന് 10,000 ഡിഡക്ഷൻ കിട്ടും കേട്ടോ. TTA അങ്ങനെ 80,000 ലെസ് ചെയ്തു. 8,41,000 കിട്ടി. ആ 8,41,000 കൂടെ നിങ്ങൾ അഗ്രികൾച്ചറൽ ഇൻകം കൂടി ആഡ് ചെയ്യണം. അപ്പം അങ്ങനെ 9,41,000. മനസ്സിലായോ? ആ 9,41,000 നിങ്ങൾ സ്ലാബ് അനുസരിച്ച് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ 1,00,000 ലെസ് ചെയ്തെടുക്കുക. എന്നിട്ട് ടാക്സ് എന്താ പറയുന്നത്, ടാക്സ് ലയബിലിറ്റി കണ്ടിട്ട് 4% എന്ത് ചെയ്യുക, സെസ് ആഡ് ചെയ്യുക. അതിൽ TDS പറഞ്ഞിട്ടുണ്ട്. ലെസ് TDS ബൈ എംപ്ലോയർ ഉണ്ട്, ഒരു 32,100. അപ്പോൾ ടാക്സ് ലയബിലിറ്റി ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് മുമ്പേ ലെസ് ഇതുണ്ട്, ആ 32,100 മാറ്റുക. അപ്പോൾ 67,428 ഇപ്പോഴത്തെ അഡ്വാൻസ് ടാക്സ്. അതിന് നമ്മൾ 0ലേക്ക് റൗണ്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറയണത്, ജൂൺ 15 മുമ്പ് ആ എമൗണ്ടിന്റെ 15%, പിന്നെ 30, പിന്നെയും 30, പിന്നെ എത്രയാണ് 25% ഡിഡക്ഷൻ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അത് മതി. അങ്ങനെയാണ് ചെയ്യാൻ. വെറുതെ എന്താ പറയുന്നത്, നമ്മൾ ടോട്ടൽ ഇൻകം ഒക്കെ പഠിക്കുമ്പോൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് എന്താ പറയുന്നത് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ടാക്സ് പേ ചെയ്യുന്നു. അത് ടാക്സ് പേ ചെയ്യുന്നതിന് പകരം ഇവിടെ അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 15%, 30%, ദെനേക്കെയും 30%, പിന്നെ 15% കൊടുക്കുകയാണ് ചെയ്യണത്. അത്രയ്ക്കേ വ്യത്യാസമുള്ളൂ എന്ന്, അല്ലാണ്ട് പ്രോബ്ലം അത്ര വലിയ പ്രശ്നമുള്ളതൊന്നുമല്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, പ്രോബ്ലം അത്ര അങ്ങോട്ട് ആർത്തി പിടിച്ച് നോക്കേണ്ട കേസുകളില്ല എന്ന് കേട്ടോ. പിന്നെ വേണമെങ്കിൽ എന്താ പറയാ, അത് മതി. പിന്നെ വേണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ പ്രോബ്ലം വെറുതെ ഞാൻ പറഞ്ഞത് നോക്കിയോളൂ. കമ്പ്യൂട്ട് ദി എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ബൈ ശ്രീ വിഷ്ണു അണ്ടർ സെക്ഷൻ 234C ഫോർ ഡെഫർമെന്റ് ഓഫ് ദ പേയ്മെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ഫോർ ദ അസസ്മെന്റ് ഇയർ 2021, അസ്യൂമിംഗ് ദാറ്റ് ടോട്ടൽ അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ഈസ് ഈക്വൽ ടു ദ ടാക്സ് പേയബിൾ ഓൺ ദി റിട്ടേൺഡ് ഇൻകം. ഡെപ്പോസിറ്റ് 15,000 അഡ്വാൻസ് ടാക്സ് ഉണ്ട്. ഡെപ്പോസിറ്റ് ഒരു 30,000 ഉണ്ട്. പിന്നെ ഡെപ്പോസിറ്റഡ് 25,000 സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിൽ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡെപ്പോസിറ്റ് 30,000 ആസ് തേർഡ് ഇൻസ്റ്റാൾമെന്റിൽ അഡ്വാൻസ് ഉണ്ട്. ടോട്ടൽ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 1 lakh ആണ്. 30, 25, 55, 85, 15, 1,00,000 കേട്ടോ. അപ്പം നമ്മൾ കൊടുക്കേണ്ടത് എത്രയാണ്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിൽ 1,00,000ന്റെ 15%, 15,000 കൊടുക്കണ്ടോ? നമ്മൾ ആ 15,000 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിലെ 1,00,000ന്റെ 30% എന്ന് പറയുമ്പോൾ 30,000 വരിക. മുമ്പ് കൊടുത്ത 15,000 കൂടി 45,000 കൊടുക്കണ്ടോന്ന് അല്ലേ. നമ്മൾ 30,000 അതിലൊന്നും എക്സസ് പേയ്മെന്റ് ഇല്ല, സാധാരണ തന്നെയുള്ളൂ. അപ്പം അതിലൊന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ഒന്നുമില്ല. നമ്മൾ ഓരോ പ്രാവശ്യം കൊടുത്ത എമൗണ്ട് എത്രയാണെന്ന് ഇങ്ങനെ കാണിച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലൊരു ചെറിയ ഒരു കഷ്ണം തിയറി കേട്ടോ. അപ്പോൾ പ്രോബ്ലം സ്ട്രെസ് ചെയ്യണ്ട, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് വെറുതെ നോക്കിക്കോളൂ. റീഫണ്ട് ഓഫ് ടാക്സ് ഒരു ചെറിയ തിയറി കേട്ടോ. എന്താണ് ഈ റീഫണ്ട് ഓഫ് ടാക്സ്? ഇഫ് റീഫണ്ട് ഈസ് ഫൗണ്ട് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ ഫയൽഡ് ബൈ an assessee, then the assessing officer shall grant refund to him. നമ്മൾ കൊടുത്ത എമൗണ്ട് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുന്ന പറയുന്നത് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട എന്നുണ്ടെങ്കിലും നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. ദ എമൗണ്ട് ഓഫ് ടാക്സ് പെയ്ഡ് ബൈ എ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് എനി അസസ്മെന്റ് ഇയർ എക്സീഡ്സ് ദ എമൗണ്ട് ഓഫ് ടാക്സ് അസസ്ഡ് ഫോർ ദാറ്റ് ഇയർ. ആ വർഷം ടാക്സ് അസസ് ചെയ്തതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആണ് പേ ചെയ്തിരിക്കുന്നതെങ്കിൽ he shall be entitled to refund such excess tax paid. കൂടുതൽ കൊടുത്ത എമൗണ്ട് എന്തായാലും തിരിച്ചു കിട്ടും.
Such a person is required to make a claim for refund in form number 30 within 1 year from the end of the assessment year. നമ്മളുടെ അസസ്മെന്റ് ഇയർ അവസാനിക്കുന്നതോട് കൂടി ആ വിത്തിൻ 1 ഇയർ ഒരു കൊല്ലത്തിനുള്ളിൽ റീഫണ്ട് ചെയ്ത് തരണ്ടോന്നുണ്ട്. വേഗം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഭാഗ്യം, നേരം വൈകിട്ടാണ് കിട്ടണമെന്ന് വെച്ചെങ്കിൽ നമ്മുടെ കഷ്ടകാലം അത്രേ പറയാൻ പറ്റുള്ളൂ. എന്നല്ലാണ്ട് ഗവൺമെന്റ് ആയതുകൊണ്ട് നേരത്തെയും കിട്ടും നേരം വൈകിട്ടും കിട്ടും കേട്ടോ. പക്ഷെ ഞങ്ങൾക്കൊക്കെ വേഗം കിട്ടാറുണ്ട് കേട്ടോ. 1 മാസം 2 മാസത്തിനുള്ളിലൊക്കെ കിട്ടാറുണ്ടെന്ന് നോക്കാം. ഇനി റീഫണ്ട്സ് ആർ ജനറേറ്റഡ് ഇൻ 2 മോഡ്സ്. 2 തരത്തിലാണ് ജനറേറ്റ് ചെയ്യുക. 1 ECS ആൻഡ് രണ്ടാമത്തെ പേപ്പർ. അസസി ലൈക്സ് ടു ഗെറ്റ് റീഫണ്ട് ത്രൂ ECS ആയിട്ട് ഹി ഷുഡ് ഫയൽ അപ്പ് ഹിസ് ബാങ്ക് അക്കൗണ്ട്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്താൽ മതി, അപ്പോൾ ബാങ്കിലേക്ക് വരും. അല്ലെങ്കിൽ MICR കോഡ് കൊടുക്കുകയാണെങ്കിൽ ഓഫ് ബാങ്ക് ബ്രാഞ്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അഡ്രസ് ഇൻ ഹിസ് റിട്ടേൺ ഓഫ് ഇൻകം. ഇൻ അതർ കേസ് റീഫണ്ട് ഈസ് മെയ്ഡ് ത്രൂ ചെക്ക് ഓർ ഡിമാൻഡ് ഡ്രാഫ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ചെക്ക് വഴി അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴിയോ നമ്മുടെ എമൗണ്ട് തിരിച്ചു മേടിക്കാം. സെറ്റ് ഓഫ് ചെയ്യാം. സെറ്റ് ഓഫ് റീഫണ്ട് അഗെയിൻസ്റ്റ് പെൻഡിങ് ഡിമാൻഡ്. അതായത് നമുക്ക് വേണമെന്നുവെച്ചെങ്കിൽ പെൻഡിങ്ങിലുള്ള വല്ല എമൗണ്ട് നമ്മൾ ടാക്സ് അതോറിറ്റീസിന് കൊടുക്കാൻ, ഇൻകം ടാക്സ് അതോറിറ്റീസിന് കൊടുക്കാനുണ്ടെങ്കിൽ അതിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാനും വിരോധമില്ല. Where any amounts is refundable to an assessee for any assessment year, assessing officer may set off such amount or any part thereof against any demand payable by him for any assessment year after giving him an intimation in writing of the proposal set off. നമ്മളൊരു ഇൻറ്റിമേഷൻ കൊടുത്താൽ മതി. എഴുതി ഉണ്ടാക്കിയ ഒരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ടിലേക്ക് അത് സെറ്റ് ഓഫ് ചെയ്തെടുക്കും. ഓക്കെ. ഇനി ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വിതിൻ 1 ഇയറിൽ കിട്ടും, റീഫണ്ട് ഇത് കിട്ടും. ഇനി ലേറ്റ് ആവുകയാണെങ്കിൽ 0.5% ഇൻട്രസ്റ്റ് ആയിട്ട് തരും. 0.5% ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. 10 നോക്കിയോളൂ. ഇൻ ദ കേസ് ഓഫ് എമൗണ്ട് ഓഫ് റീഫണ്ട് ഡ്യൂ ടു ദ അസസി ഔട്ട് ഓഫ് എനി ടാക്സ് ഡിഡക്റ്റഡ് അല്ലെങ്കിൽ കളക്റ്റഡ് അറ്റ് സോഴ്സ് ഓർ എനി അഡ്വാൻസ് ടാക്സ് ഡെപ്പോസിറ്റഡ് ഈസ് 10% or more of the tax determined under section 143 subsection 1. Assessee is entitled to get എത്രയാണ് ഇൻട്രസ്റ്റ്? 0.5% for every month. ഓരോ മാസം 0.5% വെച്ച് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? കമൻസിങ് ഫ്രം 1st April ഓഫ് ദ അസസ്മെന്റ് ഇയർ. ഏപ്രിൽ തൊട്ട് എന്നാണോ നമുക്ക് അഡ്വാൻസ് എമൗണ്ട് തിരിച്ചു തരാനായിട്ട് അവർ തിരിച്ചു തരണേന്ന് വെച്ചെങ്കിൽ നേരം വൈകിയാൽ മാത്രം കേട്ടോ. അല്ലാണ്ട് യഥാസമയത്ത് തന്നു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഒന്നും കിട്ടാറൊന്നുമില്ല. പിന്നെ where any refund due to the assessee out of any self-assessment tax paid under section 140A is 10% or more. 10% or more of the tax determined under section 143 subsection 1. Assessee is entitled to interest. എത്രയാണ്? അങ്ങനെയാണെങ്കിലും 0.5% ആണ് എവറി മന്ത് നമുക്ക് എന്തായിട്ട് കിട്ടുക? ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. ഇനി where any refund rising on giving appeal effect is delayed beyond the period specified under section 153(5) subsection 5, an additional interest on such refund shall be granted. ഇനി നമുക്ക് വീണ്ടും ഏതെങ്കിലും കാരണത്താൽ വൈകുകയാണെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ട് 3% പെർ annum, ഒരു വർഷത്തേക്ക് 3% അഡീഷണൽ ആയിട്ട് ഇൻട്രസ്റ്റ് പേ ചെയ്ത് തരും. ഇൻട്രസ്റ്റ് തരും സെക്ഷൻ 153 സബ്സെക്ഷൻ 5 പ്രകാരം കേട്ടോ. ഇതാണ് റീഫണ്ട് എന്ന് പറയുന്നത്. റീഫണ്ട് ഓഫ് ടാക്സ്. റീഫണ്ട് വെച്ചാൽ നമ്മൾ കൊടുത്ത എമൗണ്ട് ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ടിനേക്കാൾ കൂടുതൽ എക്സസ് എമൗണ്ട് ഉണ്ടെങ്കിൽ ടാക്സ് അതോറിറ്റീസ് എന്ത് ചെയ്യുന്ന പറയുന്നത് ആ കറണ്ട് ഫിനാൻഷ്യൽ അതായത് കറണ്ട് ഇയറിൽ വിത്തിൻ 1 ഇയറിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്തും റീഫണ്ട് ചെയ്ത് തരും. ഡിലേ വരികയാണെങ്കിൽ 0.5% നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തരും. രണ്ടും നല്ല തിയറി ചാപ്റ്ററുകളാണ് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ രണ്ടും അസലായിട്ട് പഠിക്കണം. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, പരീക്ഷ എടുക്കും. ഇത് ഞാൻ സെൻഡ് ചെയ്യണുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഫ്രീ ആയിട്ട് വേണം, അവരെ കൊണ്ട് ചെയ്യിക്കാനാണ്. അത് സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്തിയെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ 2 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും. 2 ദിവസം കൊണ്ട് ആദ്യം ഇൻകം ടാക്സ് അതോറിറ്റി, പിന്നെ റീഫണ്ട് ഓഫ് ടാക്സ്, ദാറ്റ് മീൻസ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സും പഠിക്കണം.
ഇനി അടുത്ത് ഞാൻ എടുക്കാൻ പോകുന്നത് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ആണ് കേട്ടോ. അത് നല്ല എടുക്കണേ, അടുത്ത ക്ലാസ്സിൽ കുറേശ്ശെ എടുക്കണുള്ളൂ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമൊന്നുമില്ല. കുറേശ്ശെ കിട്ടിക്കഴിഞ്ഞാൽ തിരേശ്ശെ ആയി കഴിഞ്ഞാൽ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാന്ന്, പനയും തിന്നാന്ന്, എന്തിട്ടെങ്കിലൊക്കെ തിന്നും. അങ്ങനെ കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ എടുക്കാനാണ് കേട്ടോ. ഓക്കെ, അടുത്ത തിയറി തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ടാക്സ് മാനേജ്മെൻറ്റ് ഒരു നല്ല തിയറി ചാപ്റ്ററാണ്. ഇതിനൊക്കെയാണ് നമുക്ക് ആ 10 മാർക്സിലൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കാറുള്ളത്. അതുപോലെ പ്രൊക്യൂർമെൻറ്റ് ഫോർ അസസ്മെൻറ്റ്, അതും നല്ലൊരു തിയറി ചാപ്റ്ററാണ്. പ്രൊക്യൂർമെൻറ്റ് ഓഫ് അസസ്മെൻറ്റ് കേട്ടോ. അങ്ങനെ കുറച്ച് തിയറി ചാപ്റ്ററുകൾ. ഓക്കെ മക്കളെ, ശരി. അപ്പം ഇനി ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.